നെടുമങ്ങാട് 1.5 വയസ്സുകാരനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ രണ്ടാനച്ഛന്റെ വാർത്ത ഞെട്ടലോടെയാണ് കേരളക്കര കേട്ടത്. ആദ്യം തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങിയാണ് മരിച്ചതെന്നാണ് രണ്ടാനച്ഛനായ അഷ്കർ പറഞ്ഞതെങ്കിലും പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുഞ്ഞിന്റെ മരണകാരണം കൊലപാതകമാണെന്ന് തെളിയുകയായിരുന്നു. ആദ്യ ഭാര്യ ആമിനയാണ് അഷ്കറിന്റെ ആദ്യ ക്രൂരതയ്ക്ക് ഇരയായത്. ആദ്യ ഭാര്യ ആമിന കിടപ്പിൽ രോഗിയാകാനുള്ള കാരണവും അഷ്കറാണ്. മെഡിക്കൽ കോളേജിൽ ഇന്നും ചികിത്സയിലാണ് അഷ്കറിന്റെ ആദ്യ ഭാര്യ ആമിന. ശുചിമുറിയിലിട്ട് മർദ്ദിക്കുകയും ഭിത്തിയെ തലയിടിപ്പിച്ച് ഫാനിൽ കെട്ടിത്തൂക്കാൻ വരെ അഷ്കർ ശ്രമിച്ചിരുന്നു. അഷ്കറിന്റെ ക്രൂര മർദ്ദനത്തിന് പിന്നാലെ ആദ്യ ഭാര്യ ആമിനയുടെ ബോധം നഷ്ടപ്പെടുകയും ചെയ്തു. 13 മാസത്തോളം കോമ സ്റ്റേജിലായിരുന്നു. 2.5 മാസം വെന്റിലേറ്ററിലും. നടക്കാൻ ഇപ്പോഴും കഴിയാത്ത അവസ്ഥ. കുറച്ചു മാസങ്ങളായതേയുള്ളൂ ആമിനയ്ക്ക് ബോധം തിരികെ ലഭിച്ചിട്ട്. ഇപ്പോഴും പല കാര്യങ്ങളും ആമിനയ്ക്ക് ഓർമ്മയില്ല. അതുകൊണ്ട് തന്നെ വിവാഹബന്ധം പിരിയുവാനും കഴിയാത്ത അവസ്ഥയാണ്. മകൾക്ക് വേണ്ടി പലതവണ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല എന്നതാണ് ആമിനയുടെ ഉമ്മ ഷിജില ബീവി പറഞ്ഞത്. ഇത്തരത്തിൽ യാതൊരു മനസാക്ഷിയുമില്ലാതെ പെരുമാറുന്ന സ്വഭാവക്കാരനാണ് അഷ്കർ എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. കൊച്ചു കുഞ്ഞിനോട് പോലും ഇത്തരത്തിൽ ക്രൂരത ചെയ്ത ഇവന് പരമാവധി ശിക്ഷ നൽകണമെന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ ഉയരുന്ന അഭിപ്രായങ്ങൾ.